ശാലി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചുണ്ടക്കായും ചക്കക്കുരുവും കൊണ്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് ഇന്നത്തെ വീഡിയോയിൽ. സാധാരണ ചുണ്ടയ്ക്ക പറമ്പിലും റോഡ് സൈഡിലുമൊക്കെ ഒരു പരിചരണവുമില്ലാതെ താനെ കിളിർത്ത് വളർന്നു നിൽക്കുന്നത് കാണാം. ഇന്ന് റോഡ് സൈഡിൽ നിൽക്കുന്ന ഒരു ചുണ്ടയിൽ നിന്നാണ് ചുണ്ടയ്ക്ക പറിച്ചെടുക്കുന്നത്. ഒരു പരിചരണവുമില്ലാതെ വളരുന്ന ഈ ചെടി ആരോഗ്യ ഗുണങ്ങളിൽ വളരെയധികം മുൻപന്തിയിലാണ് നിൽക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ചുണ്ടയ്ക്ക വളരെ ഈസി ആയിട്ട് എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നതും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചുണ്ടയ്ക്കയും പരിപ്പും കൂടി തോരൻ വെച്ച വീഡിയോ ഇതിനു മുൻപ് ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഇന്ന് ചുണ്ടയ്ക്കയും ചക്കക്കുരുവുമാണ് തോരൻ വയ്ക്കാൻ ഉപയോഗിക്കുന്നത്. ചുണ്ടയ്ക്ക തോരൻ വയ്ക്കാനും തീയൽ വയ്ക്കാനും ഒക്കെ വളരെ നല്ലതാണ്. ചുണ്ടയ്ക്കയുടെ അകത്ത് വളരെ ചെറിയ ഒത്തിരി കുരുക്കൾ കാണാൻ സാധിക്കും. അതിൻ്റെ സീഡ്സ് എല്ലാം റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടാണ് നമ്മൾ കറി വയ്ക്കുന്നത്. സീഡ്സ് ഉണ്ടെങ്കിൽ കറിയിൽ കയ്പ്പ് അനുഭവപ്പെടും. ചുണ്ടയ്ക്കയും ചക്കക്കുരുവാണ് ഇന്ന് നമ്മൾ തോരൻ വയ്ക്കാൻ പോകുന്നത്. ചക്കക്കുരുവിൻ്റെ പുറന്തോടെല്ലാം കളഞ്ഞെടുക്കാം. ചുണ്ടയ്ക്ക പോലെ തന്നെ വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു സീഡ് തന്നെയാണ് ചക്കക്കുരുവും. കത്തിരിയുടെയും വഴുതനയുടെയും ഫാമിലിയിൽ പെട്ടതാണ് ഈ ചുണ്ടയ്ക്കയും. ചുണ്ടയ്ക്കയുടെ തണ്ടിൽ നിന്ന് ഓരോ ചുണ്ടയ്ക്ക വീതം ആദ്യം വേർപെടുത്തിയെടുക്കണം. ഇനി നമുക്ക് ഈ ചുണ്ടയ്ക്കയെ ചതച്ചെടുക്കണം. എങ്കിൽ മാത്രമേ ചുണ്ടയ്ക്കയുടെ അകത്തുള്ള എല്ലാ സീഡ്സും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുകയുള്ളൂ. ചുണ്ടയ്ക്കയെല്ലാം ചതച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് നന്നായി കഴുകി ഇതിനകത്തുള്ള മുഴുവൻ കുരുവും മാറ്റിയെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ വയ്ക്കുന്ന തോരനോ കറിക്കോ കയ്പുണ്ടാകും. എളുപ്പത്തിൽ തന്നെ നമുക്ക് എങ്ങനെയാണ് കുരു കളയുന്നതെന്ന് നോക്കാം. അല്ലെങ്കിൽ ഒരു 10ഓ 15ഓ തവണ കഴുകിയാലും കുരു ഒന്നും മാറിക്കിട്ടില്ല. ചക്കക്കുരുവിൻ്റെ പുറംതൊലി മാത്രമാണ് ഞാൻ കളഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പുറത്തുള്ള ബ്രൗൺ കളറിലുള്ള തൊലി ഞാൻ കളഞ്ഞിട്ടില്ല. ഇനി ഇതിനെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കാം. ചതച്ച് വെച്ച ചുണ്ടയ്ക്കായും നന്നായിട്ട് കഴുകിയെടുക്കണം. അതിനുവേണ്ടി അരിപ്പ പോലുള്ള ഈ പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതാവുമ്പോൾ ഈസിയായി നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കും. ഒറ്റത്തവണ കഴുകുമ്പോൾ തന്നെ ഇതിനകത്തുള്ള മാക്സിമം കുരുവും നമുക്ക് കളയാൻ സാധിക്കും. ഞാനിത് വെറും 3 തവണയാണ് കഴുകിയെടുത്തിരിക്കുന്നത്. എല്ലാ സീഡ്സും നമുക്ക് റിമൂവ് ചെയ്ത് കിട്ടും. നമ്മളുണ്ടാക്കുന്ന തോരനോ കറിക്കോ ഒരു കയ്പും അനുഭവപ്പെടില്ല. ഫസ്റ്റ് ടൈം കഴുകുമ്പോൾ എത്ര സീഡ്സ് ആണ് നമുക്ക് കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടി ഈ അരിപ്പ പാത്രത്തിൻ്റെ അടിയിൽ ഞാനൊരു പാത്രം കൂടെ വെച്ചിട്ടുണ്ട്. ഒറ്റത്തവണ കഴുകിയപ്പോൾ തന്നെ എത്ര സീഡ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. വീണ്ടും ഇതുപോലെ 2ഓ 3ഓ തവണ മാത്രം കഴുകിയാൽ മതി. എല്ലാ സീഡ്സും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും.
ഇത് രണ്ടാമത്തെ തവണയാണ് കഴുകിയെടുത്തത്. വളരെ കുറച്ച് സീഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ചുണ്ടക്കയെല്ലാം നന്നായി കഴുകി അതിൻ്റെ സീഡ്സ് എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി തോരന് 2 മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഒന്നുകിൽ ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഞാൻ ചോപ്പറിൽ അത് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചൂടായ പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ച് 2 തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടെ ഇട്ട് ചെറുതായി ഒന്ന് പച്ചമണം മാറി വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരുവും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചുണ്ടക്കായും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പൊടിയുപ്പോ ഉപ്പുവെള്ളമോ എന്താണോ നമ്മൾ ചേർക്കുന്നത് അതിനനുസരിച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചക്കക്കുരുവും ചുണ്ടക്കയും നന്നായി വെന്ത് വരേണ്ടതുണ്ട്. അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. ചക്കക്കുരുവിന് പകരം പരിപ്പാണ് നമ്മൾ ചേർക്കുന്നതെങ്കിൽ സാമ്പാർ പരിപ്പോ തോരൻ പരിപ്പോ ഈ സമയം കഴുകി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വേകാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നന്നായി തിളച്ചതിന് ശേഷം ചെറിയ തീയിൽ വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. ഈ സമയം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരപ്പ് അരയ്ക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ ഞാൻ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരപ്പിലും ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. നന്നായി തിളച്ചതിന് ശേഷം ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചക്കക്കുരു ചട്ടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ചക്കക്കുരുവും ചുണ്ടക്കയും നന്നായി വെന്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിന് വേണ്ടി നമുക്ക് അരച്ചെടുക്കാം. അരപ്പിന് വേണ്ടി ചെറിയൊരു തേങ്ങയുടെ അരമുറി തേങ്ങയാണ് ചിരകിയെടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകവും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 7-8 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇത് തോരൻ്റെ കണക്കിന് ചതച്ചെടുക്കാം. ഇതിലുണ്ടായിരുന്ന വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിട്ട് 1 മിനിറ്റ് അടച്ചു വെച്ച ശേഷം മിക്സ് ചെയ്താൽ പെട്ടെന്ന് തന്നെ അരപ്പിൻ്റെ പച്ചമണം മാറിക്കിട്ടും. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ചുണ്ടക്കായും ചക്കക്കുരുവും കൂടെ ഉണ്ടാക്കിയ തോരൻ ടേസ്റ്റി മാത്രമല്ല വളരെ ഹെൽത്തിയുമായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇതുപോലെ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക. വളരെ രുചികരമായൊരു തോരനാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. താങ്ക്